ബീഫും കപ്പയും കൂടെ. പണ്ടാരാണ്ട പറഞ്ഞ പോലെ ആയിപ്പോല്ലോ. ഈ കൂപ്പ് എന്നെ കൊണ്ട് പോയി. ഓ ദേഹ കിടക്കും. ഓ എടാ തോമായി, തോമ നീ വന്നേ, നീ വന്നേ തോമ. രാവിലെ മുതൽ ഞാൻ എത്തി നോക്കൂ, എവിടെയായിരുന്നു? തോമ, ഒരു കാര്യം പറയാൻ വേണ്ടി രാവിലെ മുതൽ നോക്കൂ. എനിക്ക് ഇച്ചിരി കപ്പ തിന്നാൻ കൊതിയാ തോമ. ആ നല്ല കപ്പ തിന്നത് എത്ര കാലമായത്. കപ്പയ്ക്കാണോ? അതന്നെ ഇപ്പൊ വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ 2 കിലോ മേടിച്ചിട്ടാണ് ബെസ്റ്റ്. അത് തിന്നാനാണ് ഞാൻ പിന്നെ രാവിലെ മുതൽ ഞാൻ പിന്നെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല പിന്നെ ഇല്ല ഇല്ല. എന്റെ തോമ, പണ്ട് നമ്മൾ കപ്പ കട്ട് പറിച്ച് തിന്നതിന്റെ കാര്യമൊക്കെ നീ മറന്നു പോയോ? എടാ അതിന്റെ രുചി, അത് പറിച്ച് കട്ടോണ്ട് വന്ന് തിന്നുന്ന വല്ലവന്റെയും പറമ്പിലെ കപ്പ തിന്നുന്ന രുചി ഇവിടെ ടൗണിൽ പോയി വാങ്ങിച്ചിട്ട് വന്നാൽ കിട്ടുമോ? ഇപ്പൊ എന്നാ ചെയ്യാനാ? അതുള്ളത് അവറാൻ ചേട്ടൻ്റെ പറമ്പ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളെ പട്ടിയാക്കി. പണ്ടത്തെ പോലെ നമുക്ക് പറ്റുമോ വല്ലവന്റെയും പറമ്പിൽ പോയി പറിക്കാൻ? എല്ലാ വഴിയുണ്ടോ? നീ ഒന്ന് ആലോചിച്ച്. ഒരു വഴിയുണ്ട് ഇതിന് പറ്റിയത്. നമ്മുടെ അപ്പവും ചെയ്യുന്നു. അമ്മമാർക്കാണെങ്കിൽ ഇതേപോലെ പരിപാടിയൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവന്മാരാണ്. അന്ന് അവരെ വിളിക്കടാ. പല ഓർമ്മകളൊക്കെ ഒന്ന് അയോ ഇറക്കണം. എൻ്റെ ഫോൺ എടുത്തില്ല. വിളിച്ചേ. വേണ്ട അതെന്ന് വരുന്നു. ഞാൻ പറഞ്ഞ തേടിയ പള്ളി കാലച്ച് കപ്പ കക്കണില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർമ്മ. എടാ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അതിലേക്കൂടെ വരാൻ എന്തോ ഒന്ന് ഇതേ കൂടെ വരും. ഞാൻ ഇപ്പുറത്തോടെ വരാം. ഇതുകൊണ്ടോ ഈ വഴി വേണം. ഇതിങ്ങനെ വരാം. പിന്നെ ഇതിങ്ങനെ കറങ്ങടിച്ച് കറക്റ്റായിട്ട് വരണം. ഈ മതിലിനകത്ത് ചാടി ഇപ്പുറത്ത് വരണം. അത് നോക്കണം. അപ്പുറത്ത് കുഴിയുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇപ്പുറം പുറകെ വന്ന് പട്ടിക്കൂടാ. ഇതുണ്ടോ ഇത് പട്ടിക്കൂടാ. ഇത് പട്ടിക്കൂടും. ഇതിന് ഫ്രണ്ടിൽ വന്ന് വിട്ടുപോയത്. പറമ്പിൽ മുഴുവൻ കപ്പയാണ്. അപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പുറത്തെ വഴി കൂടെ നിങ്ങൾ രണ്ടാലും വരേ ഉള്ളൂ. എഴുതോ അപ്പുറത്തുള്ള ഒരു ഞായിലേക്ക് പോകും. പക്ഷെ പട്ടിയെ ശ്രദ്ധിച്ചാണ് ഉള്ള കാര്യം. ഇത്തരം കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു അപ്പുറത്തെ വീട്ടിലെ മാങ്ങ പറിക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ബ്ലൂ പ്രിന്റ് കേട്ടോ. എടാ ഞങ്ങളെ കാശ്മീരിലെ ഇവിടെ ഞങ്ങളെ യുദ്ധത്തിന് പോകുമ്പോഴല്ലോ ഇതേപോലെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങളെ എന്റെ നീ കണ്ടില്ല കപ്പയ്ക്ക് കാശ്മീരില്ല കോപ്പ് വേറെ വല്ല പണിയുണ്ടോ? നാട്ടുകാർ മൊത്തം പറഞ്ഞ വലിയ വിഷയമാണ് കേട്ടോ. ഇങ്ങനെ തോമത്തെ ഈ സംഭവം എല്ലാം സെറ്റാക്കാൻ വല്ല പരിപാടിയുണ്ട്. ആ അച്ചായനും ഇച്ചിരി കപ്പ കഴിക്കണമെന്ന് ഉദ്ദേശത്തോടല്ലേ വന്നേ. നമുക്ക് ആ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ബ്ലൂപ്രിന്റും കോപ്പും എല്ലാം മാറ്റി നമുക്ക് പോകാം. എന്റെ അച്ചായോ, നമ്മൾ സിനിമ ഷൂട്ടിങ്ങിനല്ല പോകുന്നു. ഒന്ന് ഒതുങ്ങി പതുങ്ങി പോകാം. കാണാ പോകുന്നു. ഇതാ അപ്പു എന്തിയടാ? അപ്പു അവനോട് ഒന്ന് മുള്ളിക്കൊണ്ട് അവനാണ് വീട്ടിൽ നിന്ന് മുള്ളിക്കൊണ്ട് വരാൻ മേലാ. എന്റെ ദൈവമേ, ഓ ഇഷ്ടം പോലെ ഉണ്ടല്ലോടാ. ദൈവമേ, ഇത് അവളാൻ ചട്ടി ഉണ്ടാകുമോ? നമുക്ക് കപ്പ പറഞ്ഞു പോരില്ല. വേദം വരും.
ഇത് വിളഞ്ഞിട്ടില്ല. ഇതിന്റെ അച്ചായ മാളികയോ ഭയങ്കര സെറ്റപ്പായി പോയിട്ട്. അപ്പോഴേ ഈ പതുക്കെ കയറണം. അവരാന്റെ വീട് നോക്കാൻ നോക്കാം. പട്ടിയാണ് അവറാന്റെ അയ്യോ എടാ തോമസ് പട്ടി പിടിച്ച് ഓടുക എന്റെ മഹാഭാവി എനിക്ക് കാശ്മീർ പോലിങ്ങനെ ഗതികേട് വന്നില്ല. രണ്ടിവിടെ കപ്പ തിന്നാനായിട്ട് ആ മഹാഭാവി അവനെ കണ്ടു കഴിഞ്ഞോട്ട് ഞാൻ ഓടിച്ചിട്ടടിക്കൂടാ. മഹാഭാവി പഴയ ഓർമ്മകളെല്ലാം അയവിറക്കിടാ. അവറാന്റെ പട്ടി ശരിക്കും അയവിറക്കിടാ. അയവിറക്കി ദൈവമേ. എങ്ങോട്ട് വരാ അച്ചായൻ കുച്ചായൻ എന്റെ വീട്ടിലോട്ട് വിടാ. കുട്ടികളെ കപ്പയ്ക്ക് വേണ്ടി പട്ടിയുടെ കൈകൊള്ളു ഒന്നല്ലോടാ. എന്തോ എടാ മഹാഭാവി എന്നെ കൊണ്ട് പട്ടിയെ കടിച്ച് നീ എങ്ങോട്ടാടാ പോയെ? എന്റെ പൊന്നെ എന്തോ എടാ നിനക്ക് കപ്പയുടെ കൂടെ ബീഫില്ലേ? ബീഫിന് പകരം എടാ എന്നെ ദേശം മൊത്തം പട്ടി എടുത്തോടാ. പട്ടി എന്തോ